ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വോക്ക് വിത്ത് അരുണിമ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പല്ലിലെ ക്ലിപ്പ് റിമൂവ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ. ആ വീഡിയോ ആയിട്ട് ബേസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതും. അപ്പോൾ ഞാൻ ഈ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ട് 2.5 years കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഞാൻ ക്ലിപ്പ് റിമൂവ് ചെയ്യുന്നത്. ഈ 2.5 yearsൽ 2.5 വർഷത്തിൽ ഈ ഒരു ക്ലിപ്പ് ഇട്ടതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള എൻ്റെ റൊട്ടീൻസ്, പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന എൻ്റെ ഫേസും, അത് കഴിഞ്ഞിട്ട് ആ ക്ലിപ്പ് ഇട്ടതിന് ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ കുറേ പേരെന്താ പറയുക, ഇതുപോലെ ക്ലിപ്പ് ഇടാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലിപ്പ് ഇട്ടിട്ട് കുറച്ചാളായിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ 2021 ഫസ്റ്റ് ടൈം ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇടുന്നത്. അതായത് 2021 ഐ തിങ്ക് ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തായിരുന്നു ഇടുന്നത്. അതിന് മുമ്പത്തെ എൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു പല്ലിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫേസിൻ്റെ രീതി ഞാൻ ആദ്യം പറയാം. ഫേസ് എന്ന് പറയുമ്പോൾ റൗണ്ടായിട്ട് നല്ല ചബ്ബി ആയിട്ടുള്ള ഫേസായിരുന്നു. അതായത് ഒരു പംകിൻ ഫേസായിരുന്നു. പംകിൻ അറിയാമല്ലോ, ഒരു റൗണ്ടിലെല്ലാം ഇങ്ങനെ ബുമ്മിരിക്കുന്ന ഒരു ഇതാണല്ലോ പംകിൻ എന്ന് പറയുന്നത്. അതായത് കണക്കായിട്ട് പംകിൻ ഫേസായിരുന്നു എൻ്റെത്. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം, എൻ്റെ പഴയ ഫേസിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, അതാണ് എൻ്റെ പഴയ ഫേസ് എന്ന് പറയുന്നത്, അതായത് കമ്പി ഇടുന്നതിന് മുമ്പുള്ള ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അന്നത്തെ പല്ലെന്ന് പറയുമ്പോൾ, അതായത് ഈ 2 ഫ്രണ്ട് സൈഡിലെ 2 പല്ലുണ്ടോ, അതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പല്ല് മുകളിലോട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പല്ല് റൈറ്റ് സൈഡ് പല്ലിൻ്റെ മുകളിലോട്ടാണ് ഇടുന്നത്. അത് മുകളിലോട്ടായിട്ട് വെളിയിലോട്ട് തള്ളിയായിരുന്നു ഇടുന്നത്. അപ്പം അതാണ് മെയിനായിട്ട് ക്ലിപ്പ് ഇടാനുള്ള മെയിനായിട്ടുള്ള റീസൺ. അല്ലാതെ താഴത്തെ സെറ്റിലെ പല്ല് മുഴുവൻ ഡിസോർഡറായിട്ട് സിക്സാക്കായിട്ടായിരുന്നു ഇരുന്നത്. പക്ഷെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഈ ഒരു തൊട്ട് ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വൃത്തിയോടുണ്ടായിരുന്നു. അപ്പം വീട്ടിലിപ്പോൾ അമ്മയും അവരെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊരു ഐശ്വര്യമായിരുന്നു, ആ പല്ല് നല്ല രസമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു ചിരിക്കാനും. അതുപോലെ തന്നെ ഫോട്ടോസ്, ബാക്ക് ക്യാമറയുടെ ഫോട്ടോസൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് എന്തോ അത് വലിയൊരു വൃത്തികേടായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ഫ്രണ്ടിലോട്ട് എൻ്റെ കൂടെ തന്നെ ഈ പല്ല് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലോവർ ലിപ്പ് ഉണ്ടല്ലോ, ഈ പല്ല് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഈ പല്ല് തട്ടി ഈ ലോവർ ലിപ്പ് ഇങ്ങനെ വെളിയിലോട്ട് വൈഡായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഇൻ കേസ് പല്ലിൽ ക്ലിപ്പിട്ടില്ലായിരുന്നെങ്കിൽ ലിപ്സ് കുറേ അങ്ങ് വൈഡായിട്ട് അത് ഭയങ്കര വൃത്തികേടായി പോയനെ. പിന്നെ ആദ്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ പല്ലിൽ കമ്പി ഇടാതെ അത് താക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഉമ്മുക്കടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് അമുക്കി ഒക്കെ പല്ല് കൈ കൊണ്ട് തേക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഇപ്പോഴും അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം പല്ല് താഴില്ല. മെയിനാണ് എൻ്റെ ആ ഒരു ടൈമിലൊരു ഇതെന്ന് പറയുന്നത്, പല്ല് താഴും. അങ്ങനെ ഒരുപാട് നമ്മൾ ബലം കൊടുത്ത് പല്ലിന് ഉമ്മുക്കടിയൊക്കെ ഇട്ട് വെച്ച് തേക്കുമ്പോഴത്തേക്കും പല്ല് താഴും എന്നൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ഒരു തോട്ട് അങ്ങനെയായിരുന്നു. പക്ഷേ അത് വെറുതെയാണ്, അത് താഴില്ല, പല്ല് അങ്ങനെ ഒന്നും താഴില്ല. ഇപ്പോൾ പൊങ്ങി അത്രയും അല്ലെങ്കിൽ കുറച്ചായിട്ട് പൊങ്ങി വരുന്ന പല്ലാണെങ്കിൽ അങ്ങനെ ചെയ്ത് താഴുമായിരിക്കും. പക്ഷേ ഈ ഒരുപാട് തള്ളി നിൽക്കുന്ന പല്ല്, അല്ലെങ്കിൽ ഇതുപോലെ ഡിസോർഡറായിട്ടിരിക്കുന്ന പല്ലൊന്നും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പല്ല് ഓർഡറായിട്ട് വരില്ല. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ പല്ലിൽ ഡേർട്ട് വരും. എന്താ പറയുക, അത് ക്ലീൻ, നമ്മളിപ്പോൾ പല്ല് തേക്കുകയാണെങ്കിൽ നമ്മൾ പല്ല് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് വേണം തേക്കുക. അപ്പോൾ അത് ക്ലീൻ ആവില്ല. ഈ മുക്കൊരു ദിവസം നമ്മൾ കൈ വെച്ച് തേക്കുന്ന ബ്രഷ് വെച്ച് തേക്കുന്ന അത്രയും വരില്ല. അപ്പോൾ അത് ക്ലീൻ ആവത്തില്ല. അങ്ങനെ കുറച്ച് ഇൻഫെക്ഷൻസ് വരാനും ഒക്കെ അതുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ ഈ മുക്കരിയിട്ടുള്ള പരിപാടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് താന്നൊന്നുമില്ല. പിന്നെ തലയണ വെച്ച് കിടക്കുമ്പോൾ പല്ല് തള്ളും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ കാണുമായിരിക്കും തള്ളുമായിരിക്കും. അങ്ങനെ വിചാരിച്ച് ഞാൻ കുറേ നാൾ തലയണ മാറ്റി വെച്ചിട്ടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഈ പല്ല് വീണ്ടും ഫ്രണ്ടിലോട്ട് വരുന്നില്ല, താഴോട്ട് പോയിട്ടേ ഇല്ല. അങ്ങനെയാണ് കമ്പി ഇടുന്നത്. 2021 ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ആ ടൈമിലാണ് ക്ലിപ്പ് ഇടുന്നത്. ക്ലിപ്പ് ഇട്ടെന്ന് പറയുമ്പോഴത്തേനും കുറേ പേർക്ക് ഇപ്പം ഇനി ക്ലിപ്പിടാതിരിക്കുന്ന, അല്ലെങ്കിൽ പ്ലാനൊക്കെ ചെയ്ത് ക്ലിപ്പിടണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ട് കുറേ ഡൗട്ട് കാണും.
പെയിൻ കാണുമോ, അതായത് ക്ലിപ്പ് ഇടുമ്പോൾ ഉള്ള പെയിൻ കാണുമോ, പല്ലെടുക്കുമോ, അല്ലെ ഫേസ് വണ്ണം കുറയുമോ, ഫേസിന് വ്യത്യാസം വരുമോ എന്നൊക്കെ ഉള്ളത്. മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ പല്ലിൽ ക്ലിപ്പ് ഇടുമ്പോൾ വേദനയില്ല, പെയിൻലെസ് ആണ്. നമുക്ക് വേദന എടുക്കില്ല പല്ലിൽ ക്ലിപ്പ് ഇടുമ്പോൾ. അതായത് പല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ പല്ലിന് അത് ഹേർട്ടാവുന്ന രീതിയിൽ ഡോക്ടേഴ്സ് ഒന്നും ചെയ്യുന്നില്ല. കാരണം പല്ലിൻ്റെ മുകളിൽ ജസ്റ്റ് ആ സ്റ്റോൺസ് വെക്കുന്നു, ജസ്റ്റ് ഒരു കമ്പി പോലത്തെ സാധനം വെച്ചിട്ട് ഇങ്ങനെ അത് പല്ല് ടൈറ്റാക്കി വെക്കുന്നു. നമുക്കൊന്നും ജസ്റ്റ് ഫീൽ ചെയ്യും, പല്ലിന് ജസ്റ്റ് ഒന്ന് വെയിറ്റ്, നമ്മളെന്തെങ്കിലും പല്ലിനകത്ത് ഇങ്ങനെ വെയിറ്റ് വെച്ചാൽ നമുക്കൊന്ന് ഫീൽ ചെയ്യും, അല്ലാതെ വേദനയോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ പല്ലെടുക്കുമോ എന്ന് ചോദിച്ചാൽ, എനിക്ക് പല്ലെടുത്തു. എനിക്ക് 4 പല്ലെടുത്തു. ഈ ഫ്രണ്ടിലത്തെ സെറ്റിൽ നിന്ന് ഈ 2 സൈഡിൽ നിന്ന് 2 പല്ലും, താഴത്തെ സെറ്റിൽ നിന്ന് 2 സൈഡിൽ നിന്ന് 2 പല്ലുമായിട്ട് എനിക്ക് പല്ലെടുത്തായിരുന്നു. പിന്നെ എല്ലാവർക്കും പല്ലെടുക്കണമെന്നില്ല. ഇപ്പം അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ പല്ല് അനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റെ പല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഈ പല്ല് മുകളിൽ ഇരിക്കുന്ന പല്ല് താഴെ നിരയായിട്ട് ഇപ്പം ഇതിങ്ങനെ വരണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പല്ലിനിടയിൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാത്തവരുടെ ഒരു അങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ല, ഇങ്ങനെ അടുക്കടുക്കായിട്ടാണ് പല്ലിരിക്കുന്നത് എന്നുള്ളവർക്ക് പല്ലെടുക്കും. എനിക്കങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പല്ലെടുത്തത്. ആൻഡ് ചിലവർക്ക് ഈ അണപ്പല്ല് ഇവിടം വരെ കാണത്തുള്ളൂ. അപ്പോൾ ഇൻ കേസ് പല്ല് താഴണമെന്നുണ്ടെങ്കിൽ ഈ പല്ലുകൾ ഇങ്ങോട്ട് പോകാനുള്ള സ്പേസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് പല്ലെടുക്കത്തില്ല. അത് ഡിപ്പെൻസ് ആണ്, അത് ഡോക്ടേഴ്സ് നോക്കിയിട്ടേ അവർ പറയുള്ളൂ പല്ലെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ എൻ്റെ പല്ലെടുത്തൊരു എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പല്ലെടുക്കുന്ന ഒരു സംഭവമാണ്, എനിക്ക് പല്ലിലുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, വേദന എടുക്കുമോ, മരവിപ്പിക്കുമ്പോൾ വേദന എടുക്കും, അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. ശരിക്കും പല്ലെടുക്കുന്നതിന് വേദന ഇല്ലെന്ന് പറയാം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മരവിപ്പിക്കുമല്ലോ. മരവിപ്പിക്കുമ്പോൾ നമ്മുടെ മോണയിൽ ഈ സൈഡിലുള്ള പല്ലാണ് ആദ്യം എടുത്തത്, ഈ പല്ലാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഇവിടെ ഈ മോണയുടെ ഈ സൈഡിലായിട്ട് ജസ്റ്റ് നമ്മുടെ മോണയിൽ പിന്ന് കുത്തുമ്പോൾ ഉള്ളൊരു വേദന ഉണ്ടല്ലോ, ആദ്യം നമ്മുടെ എന്താ പറയുക ഇഞ്ചക്ഷൻ, അതായത് മരവിപ്പിക്കുമ്പോൾ നീഡിൽ കുത്തുന്ന ആ ഒരു വേദന മാത്രമേ നമ്മൾ അറിയുള്ളൂ. പിന്നെ അവിടെ ഫുള്ള് മരവിക്കും. പിന്നെ ഇവിടെയും അകത്തോട്ടൊക്കെ ആയിട്ടാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ആ ഇഞ്ചക്ഷൻ്റെ ഒന്നും വേദന നമുക്ക് അറിയത്തില്ല, കാരണം അവിടെ ഫുള്ള് മരവിക്കും. അവിടെ എന്ത് ചെയ്താലും നമ്മൾ അറിയത്തില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞ് ആണ് പല്ലെടുക്കുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റിലത്തെ ആ നീഡിൽ കൊള്ളുന്ന വേദന മാത്രമേ ഉള്ളൂ. പിന്നെ അത് വേദന എന്ന് പറയാൻ വേദന ജസ്റ്റ് ഒന്ന് കൊള്ളും, നമ്മൾ കണ്ണടച്ചാൽ ഒന്നുമില്ല. അവിടെ ഫുള്ള് മരവിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സൈഡിൽ പല്ലാണെങ്കിൽ ഈ ഇത്രയും സൈഡായിരിക്കും മരവിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പല്ലെടുക്കാൻ വേണ്ടിയിട്ടിരിക്കും. പല്ലെടുക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ സൈഡിലെ പല്ലാണ് കേട്ടോ എടുത്തത്. അത് കാണിച്ചു തരാൻ വേറെ വഴിയൊന്നുമില്ല. ഈ ഒരു സൈഡിലൊരു പല്ലുണ്ടായിരുന്നു, അതായിരുന്നു എടുത്തത്. അപ്പോൾ ആ ഡോക്ടർ പല്ലെടുക്കാൻ നിൽക്കുന്ന ഡോക്ടർ എന്തോ ഒരു സംഭവം വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്, ഒരു പ്ലെയർ പോലത്തെ സാധനം വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ആ പ്ലെയർ കണക്കത്തെ സാധനം ഇങ്ങനെ വെച്ചിട്ട് അവർ നമ്മുടെ പല്ലിനൊരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് മാത്രമേ നമുക്ക് അനുഭവപ്പെടത്തുള്ളൂ. വേദനയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ജസ്റ്റ് ആ നമ്മളുടെ പല്ലിൽ അവരൊരു ബലം കൊടുത്തിട്ടാണ്, ഇങ്ങനെയാണല്ലോ എടുക്കുന്നത്, ബലം കൊടുത്തിട്ടാണ് പ്ലക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. വേദനയല്ല, ആ ഒരു ഫോഴ്സ്, ആ ഒരു ബലം നമുക്ക് ഫീൽ ചെയ്യും. അല്ലാതെ ജസ്റ്റ് നമ്മളൊന്നും അറിയത്തില്ല. അവർ പെട്ടെന്ന് പ്ലക്ക് ചെയ്തെടുത്തു കോട്ടൺ വെച്ച് തരും. ഒന്നും അത് കഴിഞ്ഞിട്ട് വേദന ഉണ്ടോയെന്ന് ചോദിച്ചാലും ഇല്ല. നമുക്ക് ആ ഒരു മരവിപ്പ് പോകാൻ തന്നെ എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് അവർ പറയുന്നത് ഐസ്ക്രീം കഴിക്കാനാണ്. ഐസ്ക്രീം കഴിക്കാൻ പറയുന്നത് മാത്രമാണ് എനിക്ക് പല്ലെടുക്കാൻ ഇത്ര ഇൻട്രസ്റ്റ് ഉള്ളത്. ആൻഡ് എനിക്ക് ഫസ്റ്റ് അവർ പെയിൻ കില്ലർ തരും. പിന്നെ നേരെ വീട്ടിൽ പോയൊരു 1 hour കഴിഞ്ഞിട്ട് അവർ പഞ്ഞി വെച്ചിരുന്ന ആ പഞ്ഞി ഒരു 1 hour കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒരു എന്താ പറയുക ഐസ്ക്രീമും കഴിച്ച് ആ ഒരു സൈഡിൽ തണുപ്പ് വയ്ക്കുക. അത് കഴിഞ്ഞ് വാ കുലിക്കുഴിയാനൊന്നും നിൽക്കരുത്. പിന്നെ ഐസ്ക്രീം എല്ലാം വെച്ചാൽ ബ്ലഡിൻ്റെ ആ ഒരു ഇതെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും പെയിൻ കില്ലർ കഴിച്ചിട്ട് കിടന്നുള്ളൂ. പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. പിന്നെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ എണീക്കത്തുള്ളൂ. അത് എണീറ്റ് കഴിയുമ്പോൾ എന്താ പറയുക, പെയിൻ എല്ലാം മാറി ഫുൾ സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പല്ലെടുക്കുന്നത്. ആദ്യത്തെ ഒരു ടെൻഷനേ കാണത്തുള്ളൂ. പിന്നെ ബാക്കി 3 പല്ലെടുക്കാൻ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം വേദനയില്ല, ആ ഒരു ഫോഴ്സ് മാത്രമേ നമുക്ക് അനുഭവപ്പെടത്തുള്ളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ അപ്പം പല്ലെടുത്ത് കഴിഞ്ഞപ്പം ഈ 2 സൈഡിലും വിടവ് വന്നു. അപ്പോൾ ആ വിടവ് അടയണം, എന്നാലും ഈ പല്ല് താഴത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറഞ്ഞിരുന്നത് 1.5 വർഷം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 1.5 വർഷം എന്താ പറയുക,
കഴിഞ്ഞ് 2.5 വർഷം ആയെന്ന് വെച്ചാൽ കറക്റ്റ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ പല്ല് താന്നു. അതായത് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങിയിരുന്ന പല്ല് താന്നു. അത് താന്ന് പക്ഷേ ഇത് ഈ 2 വർഷം നീണ്ടു പോയ എന്താണെന്ന് വെച്ചാൽ ഈ പല്ലെടുത്തെടുത്ത ഗ്യാപ്പ് അടഞ്ഞില്ല. ഗ്യാപ്പ് അടഞ്ഞാലേ ക്ലിപ്പ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് അടയാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുത്തു. എനിക്ക് മെയിനായിട്ട് കാര്യം പറയുന്നത് വെച്ചാൽ എല്ലാവരുടെയും പല്ല്, ചിലരുടെ പല്ല്, ഇപ്പോൾ എൻ്റെ പല്ലെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അത് പല്ല് എടുക്കാൻ നേരത്തും ഡോക്ടർ പറഞ്ഞ സംഭവമാണ് ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും ഫോഴ്സ് കൊടുത്തെടുക്കുന്നതെന്നുള്ളത്. പക്ഷെ ചിലരുടെ പല്ല് അങ്ങനെയല്ല, പെട്ടെന്ന് അടുക്കും. സ്ട്രോങ് ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത്ത് കുറവായിരിക്കും. എൻ്റെ അതുമാതിരി സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ അടുക്കാനായിട്ട് കുറച്ച് ലേറ്റായി. അതാണ് ഈ 2.5 വർഷം നീണ്ടുപോയത്. കറക്റ്റ് 1.5 വർഷമായപ്പോൾ താന്നു. പക്ഷേ ഈ പല്ലെടുക്കാതെ ഈ കമ്പി എടുത്തു കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ പല്ല് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പല്ലിൻ്റെ ഇടയിലെല്ലാം ഓരോ പല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിടവ് വന്നിരിക്കും. അത് പിന്നെ ഭയങ്കര വൃത്തിയാണ്. പിന്നെ അതിന് ഭയങ്കരമായിട്ട് പിന്നെ വീണ്ടും കമ്പി ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് പോകുന്ന തന്നെയായിരിക്കും. ഈ കമ്പി ഇടുന്നവരോട് ഞാൻ പറയണം, പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ചിലർക്ക് പെട്ടെന്ന് എടുക്കും, ചിലർക്ക് ഇതേ കണക്ക് ടൈം എടുത്തിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എത്ര ടൈം എടുത്താലും പെർഫെക്റ്റ് ആയിട്ട് ഊടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫേസ് മാറുമെന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്. ഫേസ് മാറുമെന്ന് പറഞ്ഞാലും ഇപ്പോൾ എൻ്റെ ഫേസ് മാറിയത് കണ്ടില്ലേ, എൻ്റെ ആദ്യത്തെ ഒരു ഫേസ് ഞാൻ കാണിച്ചില്ലേ, ആ ഫേസിൽ നിന്ന് ഈ ഫേസിലോട്ടായി. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ പല്ലെടുക്കുമ്പോൾ ഈ രണ്ട് സൈഡിൽ പല്ലെടുക്കുമ്പോൾ നമ്മുടെ കവളൊട്ടുമ്പോൾ നമ്മളിപ്പോൾ ചബ്ബി ഫേസിലെ പംകിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഫേസ് മാറിയത് തന്നെ കവളിങ്ങനെ ഇത്രയും കവളുണ്ടായിരുന്നു, അത് ഒട്ടി ഇങ്ങനെ ആയപ്പോഴാണ് ഫേസ് മാറാൻ തുടങ്ങിയത്. പിന്നെ വണ്ണം ഉണ്ടായിരുന്നു, വണ്ണം കുറഞ്ഞു. അത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക്, വണ്ണം കുറഞ്ഞത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്കാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കമ്പി ഇടുമ്പോൾ ഇപ്പോൾ കമ്പി ഇട്ടിട്ടിരിക്കുന്നവർ കാണുന്നത് അവർക്കിത് പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ആദ്യം കമ്പി ഇട്ടിട്ട് ഒരു 3-4 മാസത്തേക്ക് നമ്മുടെ പല്ലിന് എന്തോ ഒരു വെയിറ്റ് പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും നാൾ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു റൊട്ടീൻ ഉണ്ടല്ലോ, ഫുഡിൻ്റെ റൊട്ടീൻ നമ്മൾ പതുക്കെ കൊണ്ട് മാറ്റും. എന്ന് വെച്ചാൽ ഞാൻ അത്രയും നാളും കഴിച്ചിരുന്ന ഫുഡ് റൊട്ടീൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഫുഡ് കഴിച്ചാൽ വന്നപ്പോൾ പല്ലി കമ്പി ഇട്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ പറ്റാണ്ടായെന്നല്ല, ആ ഒരു വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല. പിന്നെ 4 പല്ലും കൂടെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡിൻ്റെ അളവ് കുറച്ച് പറ്റുന്ന പോലെയൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മെലിഞ്ഞത്. ആൻഡ് ഫേസ് മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പല്ല് ഇപ്പം നിരതെറ്റിയിരിക്കുന്ന പല്ല് അത് നേരെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മോണയും ഈ ജോ ലൈൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ലെവലാകുമ്പോൾ നമ്മുടെ ഫേസ് ഓൾറെഡി അത് മാറും. ഈ ഒരു സൈഡ് വെച്ചിട്ട് അത് ചിക്സൊക്കെ ഒട്ടുമ്പോഴത്തേക്കും ഫേസ് മാറും. അപ്പോൾ അത് വെച്ചിട്ട് ഫേസ് മാറുമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് മാറിപ്പോയത്. പഴയതിനകത്തൊന്നും ഭയങ്കര ഡിഫറൻസ് വന്നതായിരുന്നു എൻ്റെ ഫേസിന്. പിന്നെ മെലിഞ്ഞതും കൂടെ കൊണ്ടാണ്. ഇപ്പം ചിലരുടെ ഫേസ് ജസ്റ്റ് ആ ചീക്സ് മാത്രം ഒട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പല്ലിൽ കമ്പി ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ 3-4 മാസത്തേക്ക് ഭയങ്കര ഒരു വെയിറ്റ് അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ആവുന്നിടം വരെ എന്താ ചെയ്യുക, നമ്മൾ മാക്സിമം ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഫുഡ് ചവച്ച് കഴിക്കാൻ പറ്റാതെയാണല്ലോ പ്രശ്നം. അപ്പം ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം ജ്യൂസ് അല്ലെങ്കിൽ സ്മൂത്തീസ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതാണ്. ഞാൻ ഫുഡ് കുറച്ചപ്പോൾ ഞാൻ ആ ജ്യൂസ് കഴിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വണ്ണം നിന്നേനെ. ബട്ട് ഞാൻ ആ ജ്യൂസ് സ്മൂത്തീസ് കഴിച്ചില്ല, അതുകൊണ്ടാണ് വണ്ണം കുറഞ്ഞത്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആൻഡ് അപ്പം ഇനി കമ്പി ഇട്ടിരിക്കുന്നവരും പ്ലാൻ ഉള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 3-4 മാസത്തെ ആ പല്ലും നമ്മളാ ഒരു രീതികളും കമ്പി ഇട്ടതിന് ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നിടം വരെ മാക്സിമം ജ്യൂസും സ്മൂത്തീസും കാര്യങ്ങളും എല്ലാം കുടിക്കുക. വിഷമിരിക്കുക, അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യാതിരിക്കുക, കഞ്ഞി കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മാക്സിമം അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താണെന്ന് വെച്ചാൽ പല്ലിൽ വേനലെന്ന് പറഞ്ഞു, പല്ലിൽ കമ്പി ഇട്ടതിനുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ നിങ്ങളിലൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇതുമായിട്ടൊന്നും റിലേറ്റ് ആവാത്ത ഇത് കാണുമായിരിക്കും. പെട്ടെന്ന് പല്ലെടുക്കുന്നവർ കാണും, വേദനയില്ലാത്തവർ കാണും, ചിലപ്പോൾ ഫസ്റ്റ് കമ്പി ഇട്ടിട്ട് പഴയ കണക്ക് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്നവർ കാണുമായിരിക്കും. അതെല്ലാം ഓരോരുത്തർ ഡിപ്പെൻസ് ആണ്. മാക്സിമം ഇപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ക്ലിപ്പിട്ടതിന് ശേഷം നമുക്ക് പ്രത്യേക ഒരു ബ്രഷായിരിക്കും തരുന്നത്, ഒരു സോഫ്റ്റ് ബ്രഷിൽ ഒരു ബ്രഷാണ് തരുന്നത്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്ത് പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അത് യൂസ് ചെയ്താൽ വേറൊരു ബ്രഷ് യൂസ് ചെയ്യാൻ ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ബട്ട് എന്തോ സംതിങ് അത് ആ ഒരു ഫൈബേഴ്സ് ഉണ്ടല്ലോ, ബ്രഷിൻ്റെ ഫൈബേഴ്സിൻ്റെ ഇടയ്ക്ക് പല്ലിൻ്റെ ഇടയ്ക്ക് വരികയൊക്കെ ചെയ്തായിരുന്നു. അപ്പം മാക്സിമം ഡെൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, ബ്രഷിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്ലിപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഫുഡോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ക്ലിപ്പിന് പ്രത്യേകിച്ച് ഫ്രണ്ട് സൈഡിലൊക്കെ വന്നിരിക്കും. അപ്പോൾ മാക്സിമം മൗത്ത് ഗാർഗിൾ ചെയ്ത് കഴുകി കളയുന്നതിന് മുമ്പ് രാവിലെയും രാത്രിയായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ
ഇങ്ങനെ ബ്രഷ് ചെയ്ത് ആ മാക്സിമം ആ ഒരു ഫുള്ളായിട്ടുള്ള കാര്യം. കാരണം ഈ സ്റ്റോണിൻ്റെയും ആ ഒരു വയസ്സിൻ്റെ ഇല കമ്പിയുടെയൊക്കെ ഇടയ്ക്ക് ഫുഡ് കയറിയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളത് അറിയില്ല. നമ്മൾ നല്ല ചിലപ്പോൾ ബ്രഷ് ചെയ്താൽ പോലും പോകില്ല, എൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. അപ്പോൾ അത് അവിടെ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് കൊണ്ട് തന്നെ ബ്രഷിങ് ഒരു ക്ലിപ്പ് ഇട്ടതിന് ശേഷമുള്ള ബ്രഷിങ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്തപ്പോൾ ബ്രഷിങ് ഓക്കെയാണ് അല്ല. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. മീൻസ് ഇതിൻ്റെയൊക്കെ പല്ലിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇത് കയറിയിരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അത് ഭയങ്കര സഫിക്കേഷൻസ് കാര്യങ്ങളും ഇറിറ്റേഷൻസും ഒക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, കുറേ നീണ്ട ഒരു വർഷത്തെ കാത്തിരുന്ന് വന്ന് നമ്മൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതെങ്ങനെയെങ്കിലും എടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അത് മാക്സിമം ആ ഒരു പല്ലെല്ലാം റെഡിയാകുന്ന നേരം പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പല്ല് വീണ്ടും കുളമാവും, പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് മാക്സിമം പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് എല്ലാം റെഡിയാകുമ്പോൾ എടുക്കേണ്ട സമയം എന്തായാലും എടുക്കും. അപ്പം എന്താ പറയുക, ഞാനിത് കണക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും എടുത്ത് കളയാൻ മതി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയല്ല, മാക്സിമം അത് കറക്റ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ ക്ലിപ്പ് റിമൂവ് ചെയ്തത്. ഇത് ലാസ്റ്റ്, അതായത് റിമൂവ് ചെയ്യേണ്ട സമയമൊക്കെ അടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ സംഭവമുണ്ട്. ഈ ഒരു റബ്ബർ ബാൻഡ്, ഒരു 10-20 റബ്ബർ ബാൻഡുള്ള പാക്കറ്റ് വരും. ഈ അണപ്പല്ലിൽ നിന്ന് ഈ രണ്ട് സൈഡിൽ ഒരു ക്ലിപ്പ്, ഒരു കൊളുത്ത് പോലെ സംഭവം കാണും ഈ ഒരു സ്റ്റോണിൽ. അവിടെ നിന്ന് മുകളിലോട്ട് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട്, അതായത് ഈ അപ്പർ പോർഷനും ഡൗൺ പോർഷനും കൂടെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റബ്ബർ ബാൻഡ് ഇടുന്നത്. അതൊരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്, അതായത് ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല്ലും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത മാസം നമുക്കത് ക്ലിപ്പ് എടുക്കാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് എടുത്തത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കല്ല് അത്രയും നാളെടുത്ത് വെച്ചിട്ട് ഒരു ഭാരം എടുത്ത് മാറ്റുന്നതാണ് കാര്യം സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത്. പിന്നെ മോൾഡ് എടുത്തായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഞാൻ മോൾഡ് എടുത്തത്. ഇനിയിപ്പോൾ ഒറ്റക്കമ്പി ഇടണം. കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒറ്റക്കമ്പി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അത് മാറ്റാനും ഇടാനും പറ്റുന്നതാണ്. മാക്സിമം അത് ഇടാതിരിക്കുന്നത് കേട്ടോ. അത് ഇടാതിരുന്ന് കഴിഞ്ഞാൽ പല്ല് വീണ്ടും ഫുള്ളായിട്ട് ഫ്രണ്ടിലോട്ട് വരും. അത് പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. സോ ഒറ്റക്കമ്പി മാക്സിമം യൂസ് ചെയ്യാം. എനിക്കൊന്നും രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ തോന്നുന്നു ഒറ്റക്കമ്പി യൂസ് ചെയ്യുന്നത്. എനിക്കത് അറിയില്ല കറക്റ്റായിട്ട്. അതിപ്പോൾ ഡോക്ടർ പറയണം എന്താണ് ഏതാണെന്നുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഈ ആഴ്ച തന്നെ പോയി ഒറ്റക്കമ്പി വാങ്ങണം, അതിടണം. അതിന് ഒരു വൈറ്റിങ് 1 ഇയർ ഇടണം എന്നാണ് തോന്നുന്നത്. സോ അതിനിടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. സോ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സ് ആയിരിക്കും. ഇനിയിപ്പോൾ കുറേ കുട്ടികൾ ഒരു കമ്പി ഇടുന്നതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്യുന്നുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ അവർക്കൊക്കെ ഇങ്ങനെ കുറേ കുഞ്ഞു ഡൗട്ട്സുകൾ കാണും. അപ്പോൾ ഇതൊക്കെ എനിക്കും തോന്നിയിട്ടുള്ള ഡൗട്ടാണ്. ആ ഒരു കമ്പി ഇടുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളുണ്ടായിരുന്നു. അപ്പം വേറെ സീനൊന്നുമില്ല, ഈ പറഞ്ഞത് കണക്ക് തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ കുറച്ച്, അതായത് 2-3 മാസത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉള്ളൂ. അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. വേറെ സീനൊന്നുമില്ല. ട്രസ്റ്റ് യുവർ ഡെന്റിസ്റ്റ്. ഒക്കെ വേറെ ഒന്നും അതില്ല. ട്രസ്റ്റ് യുവർ ഡെന്റിസ്റ്റ്, അത്രേ ഉള്ളൂ. അത്ര അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇതാണ് എൻ്റെ ഒരു ബ്രേസസിൻ്റെ ജേർണി, അല്ലെങ്കിൽ പല്ലിൽ ക്ലിപ്പ് ഇട്ടതിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ലിപ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഓക്കെ. സോ എൻ്റെ ഒരു ഫേസ് ഇത്രയും രീതിയിൽ മാറും ഞാൻ ഒട്ടും പ്രതീക്ഷ കാര്യമല്ല. ഫേസ് മാറും. അതിനിപ്പോൾ ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ ഇരിക്കുന്നവർക്ക് ഒന്നുകൂടെ ഞാൻ പറയണം, കമ്പ്യൂട്ടർ ഇരിക്കുന്നവർക്ക് മുൻകൂട്ടായിട്ട് പറയണം, ഫേസ് മാറും. പക്ഷേ അത് വലിയ സീനൊന്നുമില്ല. നമ്മൾ 1-2 വർഷത്തെ ഒരു പ്രശ്നമേ ഉള്ളത്. ക്ലിപ്പ് എടുത്ത് കഴിയുമ്പോൾ പഴയ ഫേസ് വരും. ഫുഡും കൂടെ മാക്സിമം കൺട്രോൾ ചെയ്യാനല്ല, ഫുഡും കൂടെ ആ പഴയ റൊട്ടീൻ കൂടെ കൊണ്ടുവന്നാൽ മാത്രം മതി. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങായി പോയി, ബോറടിച്ചോന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ കുറച്ച് ടീനേജേഴ്സിനാണെങ്കിലും അല്ലാതെ ഇപ്പോൾ ഇതുപോലെ ക്ലിപ്പും ഇട്ടവർക്കും ക്ലിപ്പിടാൻ പ്ലാനുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും ഒരു വീഡിയോ ആയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ കീപ് സപ്പോർട്ടിങ്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.